ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മാർക്കോ തൂക്കുന്നത് ഗംഭീരമായിട്ടുള്ള റെക്കോർഡുകളാണ്. ഇതിനോടകം തന്നെ സിനിമ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും വേൾഡ് വൈഡായിട്ട് സിനിമയെക്കുറിച്ച് ഗംഭീര റിപ്പോർട്ടുകളുമാണ്. കുഞ്ഞൻ മലയാളത്തിൽ നിന്ന് വരുന്ന 2024 അവസാന സൂപ്പർ മെഗാ ഹിറ്റ് എന്നുള്ള ലേബലിലാണ് സിനിമ വേൾഡ് വൈഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം സിനിമ 10 കോടിക്ക് മുകളിൽ നേടുകയും ഒരു ദിവസം തന്നെ 5 കോടിക്ക് മുകളിലും കളക്ട് ചെയ്യപ്പെടുന്ന അപൂർവ നേട്ടങ്ങളിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയിൽ പോലും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള തിരക്കാണ്. അതുതന്നെയാണ് ഈ ഒരു സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എക്സ്ട്രാ വയലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ സിനിമ ഓടുമോ എന്ന് ചോദിച്ചവരോട് ഉള്ള മറുപടിയായി ആ സിനിമ നൽകിയ മറുപടിയാണ് നമുക്ക് കാണാനുള്ളത്. അതെ, മാർക്കോ 4 ദിവസങ്ങൾ പിന്നിട്ട് 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 50 കോടി ക്ലബിലേക്ക് കയറുകയാണ്. മലയാളത്തിലെ മുൻനിര നായകന്മാർക്ക് മാത്രമുള്ള 50 കോടി ക്ലബിലേക്ക് മാർക്കോയും എത്തുകയാണ്, അതും ശരവേഗത്തിൽ തന്നെ. സൂപ്പർ താരങ്ങളെ പോലും കടത്തിവെട്ടുന്ന പെർഫോമൻസ് ആണ്. ഒരു യു സർട്ടിഫിക്കറ്റ് അല്ല, എ സർട്ടിഫിക്കറ്റിൽ മാത്രം ഓടുന്ന ചിത്രം സിനിമ ഇതിനോടകം തന്നെ 50 കോടിയിലേക്ക് കയറുമ്പോൾ അതും ഒരു റെക്കോർഡാവുകയാണ്. കേരളത്തിന് പുറത്ത് മലയാളം പതിപ്പ് വെച്ച് തന്നെ സിനിമ വലിയ റെക്കോർഡ് തീർക്കുന്നു. ഹിന്ദിയിൽ ഇതിൻ്റെ ഡബ്ഡ് വെർഷൻ പോലും ഇറങ്ങാതെയാണ് സിനിമയ്ക്ക് അത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്നത്. നോർത്ത് ഇന്ത്യയിലുള്ള ജനങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവർ ഹിന്ദി വെർഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ഒരേ സമയത്ത് 5 ഭാഷകളിൽ ഇറങ്ങുമെന്ന് പറഞ്ഞുവെങ്കിലും സിനിമ മലയാളത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമാണ് കണ്ടത്. സിനിമയുടെ സെൻസറിങ് ഒക്കെ വീണ്ടും നടന്ന് ബാക്കിയുള്ള ഭാഷകളിലൂടെ സിനിമ ഈ ആഴ്ച തന്നെ പുറത്തു വിടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മലയാളത്തിനും വേണ്ടി ഒരു 1000 കോടി എന്നുള്ള സാധാരണ പ്രേക്ഷകൻ്റെ ചോദ്യത്തിന് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലാണ് സിനിമയുടെ പോക്ക്. നല്ല ലെവലിലൊന്ന് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ പുഷ്പയ്ക്ക് മുകളിൽ എത്താനുള്ള ചാൻസ് ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ. അത്ര എത്തിയില്ലെങ്കിലും നമ്മൾ ഒരു ആശ്ചര്യത്തോടെ പറയാം, മലയാളത്തിൽ നിന്ന് പോകുന്ന ഒരു സിനിമ നല്ല ക്വാളിറ്റിയോടെ, അതായത് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞാൽ പുഷ്പയ്ക്ക് മണിക്കൂറിൽ 6100 ആണെങ്കിൽ ഈ സിനിമ മാർക്കോയ്ക്കും 6100ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. അപ്പോൾ കട്ടയ്ക്ക് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് സിനിമയ്ക്ക് എന്നുള്ളത്. എന്തായാലും മാർക്കോ റെക്കോർഡ് തൂക്കുകയാണ്. ചൊവ്വാഴ്ച നമുക്ക് കാണാൻ കഴിയുന്ന മണിക്കൂറിൽ 4000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് മോർണിംഗിൽ തന്നെ വിറ്റുപോകുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 131.71K ആണ് ടിക്കറ്റുകൾ ഇന്നലെ വിറ്റും പോയത്. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയ്ക്ക് ഉള്ള കുതിപ്പ്. അതായത് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ സിനിമ കുതിച്ചുയരുന്ന ഒരു കാര്യം ഇന്നലെയും കണ്ടതാണ്. ഇന്ന് ചൊവ്വാഴ്ചയും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളും തുടരുകയാണ്. സിനിമ 100 കോടി ക്ലബിലേക്ക് എന്ന് കയറുമെന്നുള്ള ചോദ്യമാണ് അടുത്ത് വരുന്നത്. എന്താണേലും മുൻനിര താരങ്ങൾക്ക് മാത്രമുള്ള ഡബിൾ ഡിജിറ്റ്, അതായത് ആദ്യ ആഴ്ച അല്ലെങ്കിൽ ആദ്യ ദിനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിനത്തിൽ 10 കോടിക്ക് മുകളിൽ കയറുന്നത് മമ്മൂക്ക, മോഹൻലാൽ, ദുൽഖർ അങ്ങനെയുള്ള നടന്മാർക്ക് മാത്രമാണ്. നിവിൻ പോളി തുടങ്ങിയ 4-5 നടന്മാർക്ക്, പൃഥ്വിരാജ് മാത്രമാണ് ഉള്ളത്. 6-ാം സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എത്തുകയാണ്. അങ്ങനെ സൂപ്പർ താരങ്ങളെ കടത്തിവെട്ടുന്ന പെർഫോമൻസുമായി ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു സിനിമ മുന്നോട്ട് കുതിക്കുകയാണ്. വെറും എ സർട്ടിഫിക്കറ്റ് വെച്ച് റെക്കോർഡ് തൂക്കുകയാണ് സിനിമ. കാത്തിരിക്കാം. ഇന്ന് സിനിമയുടെ 50 കോടി ഒഫീഷ്യൽ പോസ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 4 ദിവസം കൊണ്ട് 45 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.